നമസ്കാരം. കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവും ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിന് അദ്ദേഹം പറയുന്ന യുക്തി 50% കൂടുതൽ ഹിന്ദുക്കൾ വസിക്കുന്ന മണ്ഡലമാണ്. കേവലം 40% അവിടെ മുസ്ലിങ്ങൾ ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹിന്ദു MLA ആണ്, ഗുരുവായൂർ ക്ഷേത്ര ഏരിയ ആയതുകൊണ്ട് അതൊരു ഹിന്ദു MLA ആണ് അവിടെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യൻ എന്നാണ്. ഒരുപക്ഷെ കേരളത്തിന് പുതുമയുള്ള ഒരു രാഷ്ട്രീയമല്ലത്. കേരളത്തിൽ ഇന്നുവരെയും അത്തരത്തിൽ ഒരു വാദമുയർത്തിയ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരിക്കാനിടയില്ല. കേരളത്തിലേക്ക് അതിശക്തമായി കടന്നു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഗോപാലകൃഷ്ണൻ്റെ പ്രസ്താവന. അതായത് വാച്യാർത്ഥത്തിൽ തന്നെ 40% മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ 40% വരുന്ന മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ റദ്ദ് ചെയ്യുകയാണ്. 50% ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കാനാണ് താൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ബാക്കി വരുന്ന 50% വരുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെ ആര് പ്രതിനിധീകരിക്കും? ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ മതപരമായ, ജാതിപരമായ പ്രാതിനിധ്യമില്ല, വർഗപരമായ പ്രാതിനിധ്യമില്ല. സംവരണ മണ്ഡലങ്ങളുണ്ട്. സംവരണ മണ്ഡലങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. അതൊരു സാമൂഹ്യ നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാൽ വിശാലമായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതെങ്കിലും സാമുദായിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു ഇടവുമില്ല. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസത്തെ പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഭരണവ്യവസ്ഥയിൽ മതങ്ങൾക്കോ ജാതിക്കോ സമുദായങ്ങൾക്കോ അവരുടെ രാഷ്ട്രീയത്തിനോ യാതൊരു സ്ഥാനവുമില്ല. ഇതൊരു മതേതര ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്താണ് ഗോപാലകൃഷ്ണനെ പോലുള്ളവർ ഇത്തരം വംശീയ വെറിയുടെ രാഷ്ട്രീയം പറയുന്നത്. എന്തുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരാൾക്ക് വംശീയ വെറിയുടെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നത്? അത് മറ്റൊന്നുമല്ല, ദേശീയ തലത്തിൽ ഈ വംശീയ വെറിയുടെ രാഷ്ട്രീയത്തിന് കിട്ടുന്ന സ്വീകാര്യതയാണ് കേരളത്തിലും അത് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നാഗസന്യാസിമാരുടെ ഒരു കൂട്ടം തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥികളുടെ ജയത്തിനു വേണ്ടി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയച്ചവരാണ് എന്ന് പറയുന്ന ഒരു നാഗസന്യാസിമാരുടെ കൂട്ടം തിരുവനന്തപുരത്തെത്തേണ്ടായി. അതായത് കേരള രാഷ്ട്രീയത്തിലേക്ക് ഹൈന്ദവ വർഗീയതയുടെ, ഹിന്ദുത്വത്തിൻ്റെ നേരിട്ടുള്ള കടന്നുവരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പല രൂപത്തിൽ പ്രകടമാവുന്നു എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സീൽ. അത്ഭുതമാണ് തോന്നുന്നത്. തമാശ രൂപത്തിൽ പല രാഷ്ട്രീയക്കാരും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരേ ഓഫീസിൽ 2 മേശയെങ്കിലും ഇട്ട് പണിയെടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതൊരു പരിഹാസ രൂപേണയുള്ള രാഷ്ട്രീയ കമന്റ് ആണെങ്കിൽ കൂടി പല സ്ഥാപനങ്ങളും അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. അത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ദീർഘകാലത്തേക്ക് ഭൂഷണമല്ല. അധികാരങ്ങൾ മാറിയും മറിഞ്ഞും വരും. എല്ലാ കാലത്തും ഇന്ത്യ ഹിന്ദു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭരണക്രമം നിലനിൽക്കുന്ന ഒന്നായിരിക്കണമെന്നില്ല. അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ വീണ്ടെടുക്കാനുള്ള സമരങ്ങൾ പുതിയ തലമുറ നടത്തിയെന്നും വരാം. അപ്പോൾ അവിടെ നഷ്ടമാകുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ്.
അല്ലെങ്കിൽ ഏതെങ്കിലും വംശീയ മത സത്തയ്ക്ക് ഈ രാജ്യം പൂർണ്ണമായും കീഴടങ്ങും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് ബഹുസ്വരമായിട്ടുള്ള പല ഘടകങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. മനുഷ്യന്റെ വർഗപരമായിട്ട് വംശപരമായ വൈദ്യം പോലും ഇന്ത്യയിലുണ്ട്. അത് സത്യത്തിൽ ഒരു ഉപഭൂഖണ്ഡമാണ്. കോണ്ടിനെന്റാലിറ്റിയുടെ വൻകരയുടെ എല്ലാ സവിശേഷതകളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബഹുസ്വരത പ്രകൃതിക്കുണ്ട്, കാലാവസ്ഥയ്ക്കുണ്ട്, മനുഷ്യർക്കുണ്ട്, സംസ്കാരത്തിനുണ്ട്, രാഷ്ട്രീയത്തിനുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ തരത്തിലും ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ ഏതെങ്കിലും വർഗീയ വംശീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അടിമപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും താൽക്കാലികമായ ചില ആധിപത്യം പുലർത്താൻ കഴിയുമായിരിക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗോപാലകൃഷ്ണനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നടപടികൾ ആരംഭിച്ചതായി വാർത്തകളിൽ നമ്മൾ കണ്ടു. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പല ക്ഷേത്രങ്ങളിലും പോയി, പല ഗുഹകളിലും പോയി ധ്യാനമിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നേരെ മുഴുവൻ സമയം, ആ മുഴുവൻ ദിവസത്തെ അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയ അവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെ നിയമലംഘനങ്ങളില്ല, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളില്ല, ഇതൊന്നും പ്രസക്തമല്ല. അത്തരമൊരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരമൊരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്തിരുന്നാണ് ഗോപാലകൃഷ്ണന്റെ നിയമവിരുദ്ധ പ്രവർത്തനത്തെക്കുറിച്ച് നാം സംസാരിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പോലും ഗോപാലകൃഷ്ണന്മാർക്ക് ഇത് പറയാനുള്ള അവസ്ഥ സംജാതമായി എന്നുള്ളതാണ്. വർഗീയ വംശീയവാദം എന്ന് പറഞ്ഞാൽ ഏകമുഖമുള്ള ഒന്നല്ല. കേരളത്തിൽ അതിൻ്റെ വിഭിന്ന വശത്ത് വംശീയ വർഗീയവാദം അതിശക്തമാണ്. ഹിന്ദുത്വവാദം ശക്തമാകുന്നത് പോലെ തന്നെ ഇസ്ലാം വംശീയവാദവും വർഗീയ സാമുദായികവാദവും അതിശക്തമാണ്. ഇവർ തമ്മിൽ വലിയൊരു നിഴൽ യുദ്ധം നടക്കുന്നുണ്ട്. ഷാഡോ വാർ നടക്കുന്നുണ്ട്, പല തലങ്ങളിലും നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർ അപഹരിക്കുന്നത് നമ്മുടെ സ്വതന്ത്രരായ മനുഷ്യരുടെ സ്പേസാണ്. ലിബറലുകളായിട്ടുള്ള, ജനാധിപത്യവാദികളായിട്ടുള്ള, മതേതരവാദികളായിട്ടുള്ള മനുഷ്യരുടെ സ്പേസാണ് ഇവർ അപഹരിക്കുന്നത്. ഇവർ നശിപ്പിക്കുന്നത് നാളെ നമുക്ക് പുലരേണ്ട ഇടങ്ങളാണ്. ജനാധിപത്യ മതേതരമായി നാളെ നമുക്ക് പുലരേണ്ട ഇടങ്ങളാണ് ഇവർ രണ്ടുകൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതാണ്. നമ്മൾ എത്രത്തോളം വർഗീയ വംശീയ സാമുദായികവാദത്തിന് അടിമപ്പെടുന്നതോ നമ്മൾ ആ അപകടത്തിൽ, നമ്മുടെ ഭാവി അങ്ങേയറ്റ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വംശീയ മതവർഗീയ ശക്തികൾ ആധിപത്യം പുലർത്തിയ സമൂഹങ്ങൾ, ആ സമൂഹത്തിൽ പിൽക്കാലത്തുണ്ടായ പരിണാമങ്ങൾ നമുക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങളായിട്ടുണ്ട്. ആ തിരിച്ചറിവായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് ദിശ പകരേണ്ടത്.